Good morning. Managerial Economics എന്ന സബ്ജക്റ്റിലെ ഇൻട്രൊഡക്ഷൻ ടു മാനേജറിയൽ എക്കണോമിക്സ് എന്ന ചാപ്റ്ററിലെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പുതിയ രണ്ടാമത്തെ മോഡൽസ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഫേം. ഒരു കമ്പനി ആ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് ഫിക്സ് ചെയ്യുമ്പോൾ ഏത് മോഡലാണ് അല്ലെങ്കിൽ എങ്ങനെ ഏത് മോഡൽ ബേസ് ചെയ്തിട്ടാണ് അവരവരുടെ ഒബ്ജക്റ്റീവ് ഫിക്സ് ചെയ്യേണ്ടത് എന്ന ഡിസ്കഷനാണ് നമ്മൾ ചെയ്തിരുന്നത്. അതിൽ നമ്മുടെ ഒന്നാമത്തെ മോഡൽ നമ്മൾ കഴിഞ്ഞ ദിവസം അവസാനിപ്പിച്ചിരുന്നു. അതായത് വാല്യൂ മാക്സിമൈസേഷൻ മോഡൽ എന്ന് പറഞ്ഞത് നമ്മൾ അവസാനിപ്പിച്ച് സെക്കൻഡ് മോഡലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അതേതായിരുന്നു? സെയിൽസ് മാക്സിമൈസേഷൻ മോഡൽ. സെയിൽസ് മാക്സിമൈസേഷൻ മോഡൽ എന്താ പറഞ്ഞിരുന്നത്? സെയിൽസ് മാക്സിമൈസേഷൻ മോഡൽ പ്രകാരം നമ്മൾ ഒരു കമ്പനി അവരുടെ ഫോക്കസ് എന്തിലായിരിക്കണം? ആ കമ്പനിയിലുള്ള സെയിൽസ് വോളിയം ഇംപ്രൂവ് ചെയ്യാനായിട്ട് നോക്കണം. അതാണ് അവരുടെ ഫോക്കസ് ആയിരിക്കേണ്ടത്. കാരണം പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്തത് കൊണ്ട് മെയിൻ ആയിട്ടും ബെനിഫിറ്റ് പോണത് ആർക്കാണ്? ആ ഓർഗനൈസേഷനിലത്തെ ഷെയർ ഹോൾഡേഴ്സിനാണ് ബെനിഫിറ്റ് പോണത്. അല്ലാണ്ട് അവിടുത്തെ മാനേജേഴ്സിന് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് കിട്ടുന്നില്ല. അതേസമയം നമ്മൾ സെയിൽസ് മാക്സിമൈസേഷൻ മോഡലാണ് ഫോളോ ചെയ്യണമെന്ന് വെച്ചാൽ അത് എന്താണ്? സെയിൽസ് കൂടിയാൽ അതിനനുസരിച്ച് ബെനിഫിറ്റ് ആർക്കും കിട്ടും? മാനേജേഴ്സിനും കിട്ടും. കമ്പനിയുടെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കമ്പനിയുടെ ഓപ്പറേഷൻസ് ഒക്കെ അണ്ടർടേക്കൺ ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സ് അല്ല. ആരാണ്? മാനേജേഴ്സ് ആണ് എല്ലാ കാര്യങ്ങളും നോക്കുക. ഷെയർ ഹോൾഡേഴ്സ് ആകെ ഒരു ക്യാഷ് കൊണ്ടുവന്ന് ഇൻവെസ്റ്റ്മെന്റ് നടത്തി അതോടുകൂടി അവരുടെ ടാസ്ക് കഴിഞ്ഞു. പക്ഷെ മെയിൻ വർക്ക് ചെയ്യുന്നത് ആരാണ്? മാനേജേഴ്സ് ആണ്. ആ മാനേജേഴ്സിനെ മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ കൊടുത്താലാണ് നമുക്ക് അവരെന്ത് ചെയ്യാൻ പറ്റുക? അവർ നന്നായിട്ട് വർക്ക് ചെയ്യും. ആ വർക്കിനനുസരിച്ച് അവർക്ക് നമ്മുടെ പ്രോഫിറ്റബിലിറ്റി കൂട്ടാനും പറ്റും. പക്ഷെ ഇവിടെ പറയുന്നത് ഈ സെയിൽസ് മാക്സിമൈസേഷൻ മോഡൽ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അവർ കൂടുതലും നമുക്കറിയാം ഒട്ടുമിക്ക മാനേജേഴ്സിനും സെയിൽസിന്റെ ടാർഗറ്റ് ഫിക്സ് ചെയ്താൽ അതല്ലെങ്കിൽ സെയിൽസിന്റെ ഇത്ര ശതമാനം ഇത്ര പെർസെൻറ്റേജ് ആണ് അവർക്ക് കമ്മീഷനായിട്ട് കിട്ടുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരെന്തിനു ട്രൈ ചെയ്യും? ആ കമ്പനിയുടെ സെയിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് അവര് ട്രൈ ചെയ്യും. അപ്പൊ സെയിൽസ് മാക്സിമൈസേഷൻ മോഡൽ പ്രകാരം നമ്മൾ എന്തിനു ഫോക്കസ് ചെയ്യണം? സെയിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഫോക്കസ് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും? പ്രോഫിറ്റും ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇത്രയ്ക്ക് കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് അതിന്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സെയിൽസ് മാക്സിമൈസേഷൻ മോഡലിന്റെ ഡയഗ്രാം. എങ്ങനെയാണ് നമ്മളൊരു ഡയഗ്രാം വരച്ചിട്ട് സെയിൽസ് മാക്സിമൈസേഷൻ മോഡൽ എത്ര ക്വാണ്ടിറ്റി ആണ് നമ്മൾ വിൽക്കേണ്ടത്, നമ്മുടെ കമ്പനിയിലത്തെ സെയിൽസ് മാക്സിമൈസ് ചെയ്യാനായിട്ട് നമ്മൾ എത്ര ക്വാണ്ടിറ്റി വിൽക്കണം എന്ന് തീരുമാനിക്കാനായിട്ട് എങ്ങനെയാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഒരു ഗ്രാഫ് വരച്ച് ഡയഗ്രാം വരച്ച് പഠിക്കാനായിട്ട് പോവാണ്. എക്കണോമിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ കൂടുതലും ഗ്രാഫുകളാണ് വരിക. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഗ്രാഫ് പഠിച്ചാൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാലേ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എക്കണോമിക്സ് സബ്ജക്റ്റിലെ ആദ്യത്തെ ഗ്രാഫാണ് ഇന്ന് എടുക്കാനായിട്ട് പോണത്. ഈ ഓൺലൈൻ ടീച്ചിങ് ആയതുകൊണ്ട് അതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. അതായത് ബോർഡുമ വരച്ച് ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് വരച്ചിട്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരിക. പക്ഷെ ഇപ്പൊ നമുക്കത് പ്രാക്ടിക്കലി പോസിബിൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ രീതിയിൽ പഠിപ്പിക്കുന്നു. നമുക്ക് നോക്കി നോക്കാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് ഓൺലൈൻ ക്ലാസ് ആയിട്ട് ലൈവ് ക്ലാസ് ആയിട്ട് എടുത്തു തരാം. അപ്പൊ ഇതാണ് അതിന്റെ ഡയഗ്രാം ആയിട്ട് വരുന്നത്. ആ റൈറ്റ് സൈഡിൽ കാണുന്ന ഡയഗ്രാം നോക്കുക. അതാണ് അതിന്റെ ഡയഗ്രാം വരുന്നത്. ഓരോ ലൈനുകൾ ഉണ്ട്. അത് ഏതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഒരു TC ലൈൻ പോണുണ്ട്, മുകളിലേക്ക് ഒരു ലൈൻ പോണുണ്ട്. അതാണ് TC ലൈൻ. TC എന്ന് വെച്ചാൽ എന്താണ്? ടോട്ടൽ കോസ്റ്റ് കർവ്. അതാണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റിന്റെ കർവ് എന്ന് പറയുന്നത്. then ഒരു TR കാണുന്നുണ്ട്. അതാണ് ടോട്ടൽ റവന്യൂ കർവ്. TC എന്ന് വെച്ചാൽ ടോട്ടൽ കോസ്റ്റ് കർവ്, TR ടോട്ടൽ റവന്യൂ കർവ്. TP എന്ന് വെച്ചാല് ടോട്ടൽ പ്രോഫിറ്റ് കർവ്. TP കണ്ടില്ലേ? അതാണ് നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് കർവ്. MP എന്ന് പറയുന്നത് മിനിമം പ്രോഫിറ്റ് ഓർ പ്രോഫിറ്റ് കൺസ്ട്രെയിൻ. ഈ 4 കർവുകളാണ് നമുക്ക് മെയിൻ ആയിട്ടും ഈ ഡയഗ്രാം പഠിക്കാനായിട്ട് ആവശ്യമുള്ളത്. ആദ്യത്തെ എന്തായിരുന്നു? TC, ദാറ്റ് ഈസ് ടോട്ടൽ കോസ്റ്റ്. then TR ടോട്ടൽ റവന്യൂ കർവ്, TP ടോട്ടൽ പ്രോഫിറ്റ് കർവ്, MP മിനിമം പ്രോഫിറ്റ് നമ്മൾ അല്ലെങ്കിൽ പ്രോഫിറ്റ് കൺസ്ട്രെയിൻ. അതെന്താണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതായത് നമ്മൾ എത്ര സെയിൽസ് മാക്സിമൈസ് ചെയ്യാനും ട്രൈ ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷെ മിനിമം ഇത്ര എമൗണ്ട് നമ്മൾ പ്രോഫിറ്റ് ഏൺ ചെയ്തിരിക്കണം. എന്നാലേ നമുക്ക് ഷെയർ ഹോൾഡേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് പ്രകാരം എന്താണ്? ഈ 4 ലൈനുകളാണ് നമുക്ക് മെയിൻ ആയിട്ടും ഇതിൽ ഫോക്കസ് ചെയ്യേണ്ടത്. TC, TR,
TP, MP. ഓക്കെ, അതിന്റെ ഡയറക്ഷനും ഒന്ന് ശ്രദ്ധിക്കണം. TC എന്ന് വെച്ചാൽ നമ്മൾ മോളിക്ക് കർവ് ചെയ്ത് വരയ്ക്കണം. TR ഒരു ബെൽ ഷേപ്പ് കർവ് പോലെ അപ്വേർഡ് ദെൻ ഡൗൺവേർഡ് ആണ്. ദെൻ TP കറക്റ്റ് ഒരു ബെൽ ഷേപ്പ് കർവിൽ വരയ്ക്കുക. MP സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. ഏത് ലെവൽ ഓഫ് പ്രൊഡക്ഷൻ നിങ്ങൾ നടത്തിക്കോട്ടെ, എല്ലാ ലെവലിലും നമ്മൾ എന്ത് ചെയ്യണം? MP സെയിം ആയിരിക്കണം. ഇനി അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം ടോട്ടൽ റവന്യൂവും ടോട്ടൽ പ്രോഫിറ്റും തമ്മിലുള്ള വ്യത്യാസം. ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? നമ്മൾ വിറ്റിട്ട് മൊത്തം കിട്ടിയ എമൗണ്ട്. അതായത് ഇപ്പൊ സപ്പോസ് ഞാനിപ്പോ ഒരു 10 പെന്ന് വിറ്റു. ഒരു പെന്നിന് 10 രൂപ വെച്ച്. അപ്പൊ എനിക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ട്? 100 രൂപ കിട്ടിയിട്ടുണ്ട്. ഒരു പെന്നിന് 10 രൂപയാണ്. അങ്ങനെ ഞാൻ 10 പെന്ന് വിറ്റാൽ എനിക്ക് എത്ര രൂപ കിട്ടും? 100 രൂപയാണ് കിട്ടുക. ആ 100 രൂപേനെ വിളിക്കുന്ന പേരാണ് ടോട്ടൽ റവന്യൂ. ഓക്കെ, ഇനി ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 100 രൂപയിലെ നമുക്ക് എത്ര കോസ്റ്റ് വന്നു അത് കുറച്ചിട്ടുള്ള എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ 100 രൂപ എനിക്ക് ടോട്ടൽ റവന്യൂ കിട്ടി. ആ 100 രൂപ ഏൺ ചെയ്യാനായിട്ട് ഞാൻ 10 പെൻ ഉണ്ടാക്കിയില്ല, അതിനൊരു കോസ്റ്റ് വന്നിട്ടുണ്ടാവും. ആ 100 രൂപയിൽ നിന്ന് ആ കോസ്റ്റ് കുറച്ച് ബാക്കിയുള്ള എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 10 പെൻ ഉണ്ടാക്കാനായിട്ട് എനിക്ക് ഒരു 80 രൂപയാണ് കോസ്റ്റ് വന്നെന്ന് വിചാരിക്കുക. അപ്പൊ ആ 100 രൂപയിൽ നിന്നും 80 രൂപ കുറച്ച് ബാക്കിയുള്ള 20 റുപ്പീസ് ആണ് എന്റെ എന്തായിട്ട് വരിക? ടോട്ടൽ പ്രോഫിറ്റ് ആയിട്ട് വരിക. അത്രയ്ക്ക് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ കർവുകൾ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇനി നമുക്ക് നോക്കാം ഇതിന്റെ എക്സ്പ്ലനേഷൻ. ദ ഫേം മാക്സിമൈസ് ഇറ്റ്സ് പ്രോഫിറ്റ് അറ്റ് OQ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഇവിടെ താഴെ കണ്ട OQ ലെവൽ, ഇതാണ് നമ്മുടെ ഈ എക്സ് ആക്സിസിൽ നമ്മൾ ഔട്ട്പുട്ടും കാണിക്കും, ഇവിടെ ടോട്ടൽ റവന്യൂ TP TC ഒക്കെ കാണിക്കും. OQ ലെവലിലാണ് നമ്മൾ പ്രൊഡക്ഷൻ, ഇത്രയ്ക്ക് ക്വാണ്ടിറ്റി ആണ്, OQ ക്വാണ്ടിറ്റി ആണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തിയെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടും? അതായത് ആ പ്രോഫിറ്റിന്റെ കർവ് നോക്കിയാൽ B, ആ മോളിക്ക് വരുന്നത് B പോയിന്റ് ആണ്. അപ്പൊ ഇത്രയ്ക്ക് പ്രോഫിറ്റ് ആണ് നമുക്ക് എന്തിൽ കിട്ടുക? OQ ക്വാണ്ടിറ്റി ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തെന്ന് വെച്ചാല് നമുക്ക് കിട്ടുക. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ദ ഫേം മാക്സിമൈസ് ഇറ്റ്സ് പ്രോഫിറ്റ് അറ്റ് OQ ലെവൽ ഓഫ് ഔട്ട്പുട്ട്, ദാറ്റ് ഈസ് പോയിന്റ് B. OQ ലെവൽ പ്രൊഡക്ഷൻ നടത്തിയാൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് B ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ എന്തുകൊണ്ടാണ് ഞാൻ B സെലക്ട് ചെയ്തത്? ആ TP എന്ന് പറയുന്നതാണ് നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് കർവ്. ആ ടോട്ടൽ പ്രോഫിറ്റ് കർവിന്റെ ഏറ്റവും ഹയസ്റ്റ് പോർഷൻ ആണ് എന്ന് പറയുന്നത് B എന്ന് പറയുന്നത്. അത് ആ ഹയസ്റ്റ് പോർഷന്റെ കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റി ആണ് എന്ത്? നമ്മുടെ OQ വരുന്നത്. അപ്പൊ നമ്മൾ B ലെവൽ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എത്ര ക്വാണ്ടിറ്റി വിൽക്കണം? OQ ക്വാണ്ടിറ്റി ആണ് നമ്മൾ വിൽക്കേണ്ടതായിട്ട് വരിക. അതാണ് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ OQ ഫിക്സ് ചെയ്തു. അപ്പൊ ദ ഫേം മാക്സിമൈസ് ഇറ്റ്സ് പ്രോഫിറ്റ്, ഏറ്റവും കൂടുതൽ TP കർവിലെ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഏത് പോയിന്റ് ആണ്? B പോയിന്റ് ആണ്. അതാണ് നമ്മൾ സെലക്ട് ചെയ്തെന്ന് വിചാരിക്കാം. But the aim of the firm is to maximize its sales rather than profit. പക്ഷെ നമ്മളിപ്പോ ഏത് മോഡലാണ് പഠിക്കുന്നത്? സെയിൽസ് മാക്സിമൈസേഷൻ മോഡലാണ് പഠിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യലല്ല നമ്മുടെ ഉദ്ദേശം. എന്താണ്? സെയിൽസ് മാക്സിമൈസ് ചെയ്യലാണ്. അപ്പൊ ഒരിക്കലും അതായിരിക്കില്ല നമ്മുടെ ലെവൽ. നമ്മുടെ സെയിൽസ് മാക്സിമൈസേഷൻ ക്വാണ്ടിറ്റി ഒരിക്കലും എന്തല്ല? OQ അല്ല. OQ ക്വാണ്ടിറ്റി നമുക്ക് വിറ്റാൽ നമുക്ക് എന്ത് കിട്ടും? ഹൈ ലെവൽ ഓഫ് പ്രോഫിറ്റ് കിട്ടും. അതായത് ടോട്ടൽ പ്രോഫിറ്റ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന B പോയിന്റിന്റെ കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റി ആണ് എന്തെന്ന് പറയുന്നത്? OQ എന്ന് പറയുന്നത്. പക്ഷെ നമ്മളിപ്പോ പഠിക്കാൻ പോണത് സെയിൽസ് മാക്സിമൈസേഷൻ മോഡലാണ്. അപ്പൊ ഒരിക്കലും ഈ OQ എന്ന് പറയുന്നത് നമ്മുടെ എന്താവില്ല? സെയിൽസ് മാക്സിമൈസേഷൻ ക്വാണ്ടിറ്റി ആവില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. its sales maximization output is okay. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ ഇതല്ലാന്ന് പറഞ്ഞു, OQ അല്ലാന്ന് പറഞ്ഞു. കാരണം അത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന പോയിന്റ് ആണ്, അല്ലാണ്ട് സെയിൽസ് മാക്സിമൈസ് ചെയ്യുന്ന പോയിന്റ് അല്ല. അപ്പൊ നമുക്ക് സെയിൽസ് മാക്സിമൈസ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഈ L പോയിന്റ് ആണ്. കാരണം സെയിൽസ് എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂ തന്നെയാണ്. ടോട്ടൽ സെയിൽസിന്റെ റവന്യൂ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിറ്റിട്ട് എത്ര രൂപ കിട്ടി, അതാണ് ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്. 10 പെന്നെ 10 രൂപയ്ക്ക് വിറ്റു, എനിക്ക് 100 രൂപ കിട്ടി. അപ്പൊ സെയിൽസ് കർവ് എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂ കർവ് ആണ്. അതിന്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഏത് പോയിന്റ് ആണ്? ഈ L പോയിന്റ് ആണ്. അതിന്റെ കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റി എത്രയാണ്? OQ ആണ്. അപ്പൊ നമ്മുടെ സെയിൽസ് മാക്സിമൈസേഷൻ ക്വാണ്ടിറ്റി ആയിട്ട് അല്ലെങ്കിൽ സെയിൽസ് മാക്സിമൈസേഷൻ ലെവലായിട്ട് നമുക്ക് ഏത് ഫിക്സ് ചെയ്യാം? ഈ OK വേണമെങ്കിൽ
ഫിക്സ് ചെയ്യാം. ഓക്കെ, അതാണ് ഇറ്റ് സെയിൽസ് മാക്സിമൈസേഷൻ ഔട്ട്പുട്ട് ഈസ് ഓക്കെ വേർ TR ഈസ് അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ്. അതിന് നമ്മൾ എന്ത് പേര് കൊടുത്തിട്ടുണ്ട്? L എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ടോട്ടൽ റവന്യൂ മാക്സിമം കിട്ടുന്ന പോയിന്റ്. അതാണ് നമ്മൾ അതിന്റെ കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റിക്ക് നമ്മൾ എന്ത് പേരാ കൊടുത്തേക്കുന്നത്? ഓക്കെ എന്നാണ് പേര് കൊടുത്തേക്കുന്നത്. The output at the point L is the higher than the output at the level B. അപ്പൊ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച പോയിന്റ് ഏതായിരുന്നു? B ആയിരുന്നു. ഇപ്പൊ കണ്ടുപിടിച്ചത് L ആണ്. അതിനേക്കാൾ അപ്പൊ B എന്ന പോയിന്റിനേക്കാൾ കൂടുതൽ ഔട്ട്പുട്ട് ഉള്ളത് ഏത് പോയിന്റ് തന്നെയാണ്? L പോയിന്റ് തന്നെയാണ്. അത് വലിയ കുഴപ്പമില്ല. But the sales maximization output is subject to minimum profit constraint. പക്ഷെ നമ്മള് സെയിൽസ് മാക്സിമൈസേഷൻ മോഡൽ പഠിക്കുമ്പോൾ നമ്മൾ എന്തും കൂടി നോക്കണം എന്ന് പറഞ്ഞു? പ്രോഫിറ്റ് കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം ഒരു ഡിസിഷൻ എടുക്കാനായിട്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ നേരത്തെ കണ്ടുപിടിച്ചു ഓക്കെ ലെവൽ ഓക്കെ ആണ്. കാരണം നമുക്ക് മാക്സിമം സെയിൽസ് കിട്ടുന്ന പോയിന്റ് ഓക്കെ ക്വാണ്ടിറ്റി ആണ്. പക്ഷേ അവിടെ നോക്കി നോക്കൂ, നമ്മുടെ ആ പോയിന്റ് നമ്മൾ ഓക്കെ ലെവലാണ് നമ്മൾ ഫിക്സ് ചെയ്യണമെന്ന് വെച്ചാല് ആ പോയിന്റ് നമ്മുടെ TP ഇതിനേക്കാൾ ആ ഓക്കെ ക്വാണ്ടിറ്റി നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് എത്രയാണ് TP കിട്ടുന്നത്? ഈ S പോയിന്റ് ആണ് കിട്ടുന്നത്. ഈ S പോയിന്റ് നമ്മുടെ MP പോയിന്റിനേക്കാൾ താഴെയാണ് കിടക്കുന്നത്. മനസ്സിലായ? നമ്മൾ ഓക്കെ ക്വാണ്ടിറ്റി വിറ്റാല് നമുക്ക് കിട്ടുന്ന ടോട്ടൽ റവന്യൂ പോയിന്റ് ഇതാണ്. ഓക്കെ, then ടോട്ടൽ പ്രോഫിറ്റ് പോയിന്റ് ഏതായിരിക്കും? ടോട്ടൽ പ്രോഫിറ്റ് പോയിന്റ് വരിക S ആണ്. അതായത് ആ ഓക്കേര ആ ലൈൻ പോയേക്കണം നോക്കുക. ഏറ്റവും ടോപ്പിൽ TR ടച്ച് ചെയ്ത പോയിന്റ് L ആണ്. പക്ഷെ TP റവന്യൂ പ്രോഫിറ്റ് നമ്മളെ വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞു. റവന്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തം വിറ്റിട്ട് എത്ര രൂപ കിട്ടി അതാണ്. പക്ഷെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് വിറ്റ കാശിൽ നിന്ന് കോസ്റ്റുകളൊക്കെ കുറച്ച് ബാക്കി വന്നതാണ് TP എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓക്കെ ക്വാണ്ടിറ്റി വിറ്റാൽ നമുക്ക് എത്ര പ്രോഫിറ്റ് ആണ് കിട്ടുക? ഈ S എന്ന് പറഞ്ഞ പോയിന്റിലുള്ള പ്രോഫിറ്റ് ആണ് കിട്ടുക. അത് നമ്മുടെ മിനിമം പ്രോഫിറ്റിനേക്കാൾ താഴെയാണ്. ഓക്കെ, കാരണം മനസ്സിലായ? ഈ ഓക്കെ എന്ന് പറയുന്നത് നമുക്ക് വിറ്റാല് നമുക്ക് S എന്ന് പറഞ്ഞ പോയിന്റിലുള്ള പ്രോഫിറ്റേ കിട്ടുള്ളൂ. ആ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള മിനിമം പ്രോഫിറ്റിനേക്കാൾ താഴെയാണ്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ദ സെയിൽസ് മാക്സിമൈസേഷൻ ഔട്ട്പുട്ട് ഈസ് സബ്ജക്ട് ടു മിനിമം പ്രോഫിറ്റ് കൺസ്ട്രെയിൻ. മിനിമം പ്രോഫിറ്റ് ലെവൽ ഈസ് റെപ്രസെന്റഡ് ബൈ MP. നമ്മൾ ഈ മിനിമം പ്രോഫിറ്റ് എന്ന് പറഞ്ഞ റെപ്രസെന്റ് ചെയ്തേക്കുന്നത് MP എന്ന് പറഞ്ഞ ലൈനിൽ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. The output okay will not be the sales maximization output because its TP is less than the MP. അപ്പൊ നമ്മൾ നേരത്തെ തീരുമാനിച്ചു വെച്ച ലെവല്, അതായത് ഓക്കെ ലെവല് നമുക്ക് സെയിൽസ് മാക്സിമൈസേഷൻ ലെവലായിട്ട് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അതിന്റെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അതായത് S പോയിന്റ് MP പോയിന്റിനേക്കാൾ താഴെയാണ്. ദിസ് ലെവൽ ഈസ് നോട്ട് ആക്സെപ്റ്റബിൾ ടു ഷെയർ ഹോൾഡേഴ്സ്, മാനേജേഴ്സ് ആൻഡ് അതർ ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതൊന്നും ആർക്കും ആക്സെപ്റ്റബിൾ ആവില്ല. നമ്മുടെ മാനേജേഴ്സിനും ഷെയർ ഹോൾഡേഴ്സിനും ഒന്നും താല്പര്യപ്പെടില്ല. കാരണം നമ്മൾ ഓക്കെ ക്വാണ്ടിറ്റി വിറ്റാൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് നമ്മുടെ മിനിമം പ്രോഫിറ്റ് പോലും അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റണില്ല. ഫോർ സെയിൽസ് മാക്സിമൈസേഷൻ the firm should produce that level of output which gives not only the highest total revenue but also covers the minimum profit. അപ്പോൾ നമ്മൾ സെയിൽസ് മാക്സിമൈസേഷൻ മോഡൽ പ്രകാരം ഒരു ക്വാണ്ടിറ്റി ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ഒരു കാര്യം എങ്ങനെ നമ്മൾ ഓക്കെ സെലക്ട് ചെയ്തത്? അതിന്റെ റവന്യൂ ഏറ്റവും ടോപ്പിലാണ് കിടക്കുന്നത്. ആ പോയിന്റിൽ അത് നമ്മൾ അങ്ങനെയാണ് ഓക്കെ ഫിക്സ് ചെയ്തത്. അത് മാത്രം നമ്മൾ നോക്കിയാൽ പോരാ, ആ പോയിന്റ് നമ്മുടെ മിനിമം പ്രോഫിറ്റ് പോയിന്റിന്റെ അടുത്തേക്ക് വരുന്നുണ്ടോ എന്നുകൂടി നോക്കണം. This level occurs at the point C. ഈ ലെവൽ നടക്കുന്നത് നമ്മുടെ അറ്റ് ദ പോയിന്റ് സി. അവിടെ സി എന്ന് ഞാൻ ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയെന്ന് ആഡ് ചെയ്യണം കേട്ടോ. ദിസ് ലെവൽ ഒക്കേഴ്സ് അറ്റ് ദി പോയിന്റ് സി. നമുക്ക് ഇത് അറ്റൈൻ ചെയ്യുന്നത് ഏത് ലെവലിലാണ്? സി പോയിന്റിലാണ് നമ്മൾ അറ്റൈൻ ചെയ്യുന്നത്. TP curve cut the MP curve at the OD level. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റി എത്രയാണ്? OD ആണ് അതിന്റെ കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റി ആയിട്ട് വരുന്നത്. അതായത് നമ്മൾ നോക്കുക, നമ്മുടെ TP കർവും MP കർവും ടച്ച് ചെയ്യുന്ന ഈ പോയിന്റില് ആ പോയിന്റ് ആണ് നമ്മൾ നമ്മുടെ സെയിൽസ് മാക്സിമൈസേഷൻ പോയിന്റ് ആയിട്ട് ഫിക്സ് ചെയ്യേണ്ടതായിട്ട് വരിക. റീസൺ മനസ്സിലായില്ലേ? നമ്മൾ ഓക്കെ ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്തിനു പറ്റണില്ല? സെയിൽസ് മാക്സിമൈസേഷൻ നമുക്ക് ടോട്ടൽ റവന്യൂ കിട്ടുന്നുണ്ട്, പക്ഷെ MP
മിനിമം പ്രോഫിറ്റ് നമുക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ആ പോയിന്റ് നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റില്ല. ഏത് പോയിന്റിൽ വെച്ചിട്ടാണോ നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റും MP കർവും ഇന്റർസെക്ട് ചെയ്യണത്, ആ പോയിന്റ് ആണ് നമ്മൾ എന്തായിട്ട് ഫിക്സ് ചെയ്യുക, നമ്മുടെ സെയിൽസ് മാക്സിമൈസേഷൻ ഔട്ട്പുട്ട് ആയിട്ട് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പൊ നമ്മൾ 3 ലെവലുകളാണ് ഇതിൽ കണ്ടുപിടിച്ചത്. ആദ്യം നമ്മൾ ഏത് കണ്ടുപിടിച്ചു, OQ ആണ് നമ്മുടെ ഒരു ലെവൽ നമ്മൾ കണ്ടുപിടിച്ചത്. ആ ലെവലിൽ എന്തായിരുന്നു, B ആയിരുന്നു നമ്മുടെ മാക്സിമം പ്രോഫിറ്റ് ആയിട്ട് നമ്മൾ ടോട്ടൽ പ്രോഫിറ്റ് കിട്ടുന്ന ഈ പോയിന്റ് വെച്ച് ടോട്ടൽ പ്രോഫിറ്റ് കിട്ടുന്ന TP കർവിന്റെ ഏറ്റവും ടോപ്പ് പോയിന്റിലുള്ള ഒരു മാർക്ക് ചെയ്തു, നമ്മൾ B എന്ന് മാർക്ക് ചെയ്തു. അതിന്റെ കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റി OQ ആണ് നമ്മൾ തീരുമാനിച്ചു. പക്ഷെ അത് നമ്മൾ സെലക്ട് ചെയ്തില്ല. കാരണം എന്താണ്, നമ്മുടെ സെയിൽസ് മാക്സിമൈസേഷൻ മോഡൽ പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനല്ല, പക്ഷെ സെയിൽസ് മാക്സിമൈസ് ചെയ്യാനാണ്. അപ്പൊ നമുക്ക് OQ എന്ന് പറഞ്ഞ ലെവൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ നോക്കിയത് നമ്മുടെ ടോട്ടൽ റവന്യൂ കർവ് ഏറ്റവും ടോപ്പിൽ വരുന്ന പോയിന്റ്, ടോട്ടൽ റവന്യൂ കർവിന്റെ ഏറ്റവും ടോപ്പിൽ വരുന്ന പോയിന്റ് ഏതായിരുന്നു, L എന്ന് പറഞ്ഞ പോയിന്റ് ആയിരുന്നു. അതിന്റെ കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റി വരുന്നത് എവിടെയാണ്, OK ക്വാണ്ടിറ്റി ആണ്. അത് അവിടെ പോയിന്റ് ഇട്ടിട്ട് താഴത്തോട്ട് ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് വരുന്ന പോയിന്റ് OK ക്വാണ്ടിറ്റി ആണ്. അതാണ് നമുക്ക് ടോട്ടൽ റവന്യൂ അല്ലെങ്കിൽ ടോട്ടൽ സെയിൽസ് ഏറ്റവും മാക്സിമം വരുന്ന പോയിന്റ്. അപ്പൊ അത് സെലക്ട് ചെയ്യാമെന്ന് നമ്മൾ വിചാരിച്ചപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടായി, നമ്മുടെ സെയിൽസ് മാക്സിമൈസേഷൻ മോഡലിൽ നമുക്ക് സെയിൽസ് മാത്രം കൂടിയാൽ പോരാ, എന്തും കൂടി ചെയ്യണം, നമ്മൾ മിനിമം പ്രോഫിറ്റ് നമ്മൾ അറ്റൈൻ ചെയ്യണം. ഈ ലെവലിൽ നമ്മൾ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് S പോയിന്റ് ആണ്. അത്രയ്ക്ക് പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടുക. പക്ഷെ നമ്മൾ ഫിക്സ് ചെയ്യണേക്കുന്ന MP പോയിന്റ്, ആ ലൈൻ MP പോയിന്റിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് അതിനേക്കാൾ താഴെയാണ്. ഇതാണ് നമ്മുടെ MP പോയിന്റ്. പക്ഷെ നമുക്ക് OK ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണ്, S പോയിന്റ് ആണ്. അപ്പൊ നമുക്കത് എന്താണ്, നമുക്ക് പ്രോഫിറ്റ് വളരെ കുറവാണ് കിട്ടുന്നത്. MP പോയിന്റിനേക്കാൾ പ്രോഫിറ്റ് കുറവാണ് നമുക്ക് കിട്ടുക. അപ്പൊ നമുക്ക് എന്തും സെലക്ട് ചെയ്യാൻ പറ്റില്ല, OK ക്വാണ്ടിറ്റിയും സെലക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ സെയിൽസ് മാക്സിമൈസേഷൻ മോഡൽ പ്രകാരം ഒരു ക്വാണ്ടിറ്റി നമ്മൾ ഫിക്സ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കേണ്ടത് ഏത് പോയിന്റിൽ വെച്ചിട്ടാണോ നമ്മുടെ TP കർവും MP കർവും ടച്ച് ചെയ്യണത്, അതിന്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ആണ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ കണ്ടു, ഈ പോയിന്റിൽ വെച്ചിട്ടാണ്, ഇതാണ് TP കർവ്, ഓക്കെ, ഈ ബെൽ ഷേപ്ഡ് കർവ്, ഇതാണ് MP കർവ്, ഈ സ്ട്രേറ്റ് ലൈൻ. അത് രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യണ ഈ പോയിന്റില്, ആ പോയിന്റിന്റെ കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റി ആണ് നമ്മൾ എന്തായിട്ട് ഫിക്സ് ചെയ്യേണ്ടത്, നമ്മുടെ സെയിൽസ് മാക്സിമൈസേഷൻ ഔട്ട്പുട്ട് ആയിട്ട് ഫിക്സ് ചെയ്യേണ്ടത്. അതപ്പോ എന്താ പേര്, OD ആണ് നമ്മുടെ സെയിൽസ് മാക്സിമൈസേഷൻ ഔട്ട്പുട്ടിന്റെ പേര്. OD ക്വാണ്ടിറ്റി വിറ്റാലാണ് നമുക്ക് സെയിൽസ് മാക്സിമൈസേഷൻ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പൊ നമുക്ക് OD ക്വാണ്ടിറ്റി വിറ്റാല് നമുക്ക് എത്ര ടോട്ടൽ റവന്യൂ കിട്ടും, അതാണ് E എന്ന് പറഞ്ഞ പോയിന്റ്, അതാണ് ODയുടെ കറസ്പോണ്ടിങ് ടോട്ടൽ റവന്യൂന് ടച്ച് ചെയ്യുന്ന പോയിന്റ് E ആണ്. ദെൻ അത് നമുക്ക് എന്ത് അറ്റൈൻ ചെയ്യാൻ പറ്റും, അത്രയ്ക്ക് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയാൽ നമുക്ക് മിനിമം പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതാണ് ഞാൻ ഇവിടെ നേരത്തെ എഴുതിയേക്കുന്നത്. ഫോർ സെയിൽസ് മാക്സിമൈസേഷൻ ദ ഫേം ഷുഡ് പ്രൊഡ്യൂസ് ദാറ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് വിച്ച് നോട്ട് ഓൺലി ഗീവ് ദ ഹയസ്റ്റ് ടോട്ടൽ റവന്യൂ ബട്ട് ഓൾസോ കവേഴ്സ് ദി മിനിമം പ്രോഫിറ്റ്. ദിസ് ലെവൽ ഒക്കേഴ്സ് അറ്റ് ദി പോയിന്റ്സ്. ഇത് രണ്ടും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാവുന്ന ഒരേ ഒരു പോയിന്റ് ഏത് പോയിന്റ് ആണ്, C പോയിന്റ് ആണ്. ഇത് OK ഫിക്സ് ചെയ്താൽ നമുക്ക് മാക്സിമം റവന്യൂ കിട്ടുന്നുണ്ട്, പക്ഷെ എന്ത് കിട്ടുന്നില്ല, ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഹയസ്റ്റ് റവന്യൂ കിട്ടുന്നുണ്ട്, പക്ഷെ മിനിമം പ്രോഫിറ്റ് കവർ ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ആ പോയിന്റ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ ഏത് പോയിന്റ് എടുത്തു, ഏത് പോയിന്റിൽ വെച്ചിട്ടാണോ നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റും മിനിമം പ്രോഫിറ്റും അറ്റൈൻ ചെയ്യുന്നത്, അതിന്റെ കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റി ഫിക്സ് ചെയ്യുക. അതിൽ നിന്ന് കിട്ടുന്ന സെയിൽസ് റവന്യൂ, അതാണ് ടോട്ടൽ റവന്യൂ, ഈ ആണ് നമ്മുടെ റവന്യൂ ആയിട്ട് വരിക. TP curve cut the MP curve at the OD level. അപ്പൊ TP കർവും MP കർവും കട്ട് ചെയ്യുന്ന ലെവൽ എത്രയാണ്, OD ലെവൽ ആണ്. Therefore, sales maximization with minimum profit output will be OD. അങ്ങനെ നമ്മൾ എന്ത് ഫിക്സ് ചെയ്തു, നമ്മുടെ സെയിൽസ് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ചെയ്യുന്ന ലെവൽ എന്ന് പറയുന്നത് ഏത് ലെവലാണ്, OD ലെവലാണ് ഫിക്സ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരു കമ്പനിയിലെ എന്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത്, എങ്ങനെയാണോ സെയിൽസ് എത്ര എമൗണ്ട് ആണ്, എത്ര ഔട്ട്പുട്ട് വിറ്റാലാണ് നമുക്ക് സെയിൽസ് മാക്സിമൈസ് ചെയ്യാൻ പറ്റുക എന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? നമ്മൾ ഒന്നും കൂടി ഞാൻ സമ്മപ്പ് ചെയ്ത് പറഞ്ഞു തരാം.
ആദ്യം OQ ലെവൽ ഫിക്സ് ചെയ്തു. അതിൽ നമുക്ക് പ്രോഫിറ്റ് ആണ് മാക്സിമൈസ് ചെയ്യണത്. അതിന്റെ ടോട്ടൽ റവന്യൂ കണ്ട കുറവായി, ഇതെവിടെയാവും പോയിന്റ് വരാൻ നമുക്ക് പറ്റില്ല. നമ്മുടെ സെയിൽസ് മാക്സിമൈസേഷൻ ആണ് മോഡല്. അപ്പൊ നമ്മുടെ ടോട്ടൽ റവന്യൂവിലത്തെ ഏറ്റവും ടോപ്പിൽ വരുന്ന പോയിന്റിന്റെ കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റി വിറ്റാൽ നമുക്ക് എന്താ ബുദ്ധിമുട്ട് വരുന്നത്? നമുക്ക് ടോട്ടൽ റവന്യൂ കൂടാനായിട്ട് പറ്റുന്നുണ്ട്. സെയിൽസ് മാക്സിമൈസേഷൻ മോഡലിന്റെ ടോട്ടൽ റവന്യൂ മാത്രം കൂടിയാൽ പോരാ, എന്തും വേണം, മിനിമം പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റണം. അപ്പൊ നമ്മൾ ഓക്കെ ക്വാണ്ടിറ്റി ആണ് വിൽക്കണമെന്ന് വെച്ചാൽ നമുക്ക് മിനിമം പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അത് നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് ഇത്രയ്ക്കേ തരണുള്ളൂ. അപ്പൊ സെയിൽസ് മാക്സിമൈസേഷൻ മോഡൽ ഫിക്സ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഈ ഒരു പോയിന്റ് ആണ് അതിന്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. ദ TP കർവ് ടച്ച് ദി MP കർവ് അറ്റ് ദി പോയിന്റ് OD ലെവൽ. ഏത് പോയിന്റിൽ വെച്ചിട്ടാണോ TP കർവും MP കർവും ടച്ച് ചെയ്യണത്, ആ ലെവലിന്റെ ആ പോയിന്റിന്റെ കറസ്പോണ്ടിങ് ലെവലാണ് നമ്മുടെ സെയിൽസ് മാക്സിമൈസേഷൻ ലെവലായിട്ട് വരിക. അതാണ് OD കർവ്. അതിന്റെ കറസ്പോണ്ടിങ് റവന്യൂ നമുക്ക് റവന്യൂ ആയിട്ട് എയിം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇത് അതേ ഗ്രാഫ് തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങൾ ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഈ ഡയഗ്രാം വരച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലനേഷൻ നോക്കേണ്ടത്. അപ്പോൾ അതൊന്നും കൂടി ഞാൻ ഈ എക്സ്പ്ലനേഷൻ ഇല്ലാണ്ട് ഒന്നും കൂടി പറഞ്ഞു തരാം. ഇതാണ് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്ത OQ ക്വാണ്ടിറ്റി. ഇതാണ് നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ്. പക്ഷെ നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ല, അപ്പൊ നമുക്ക് ഈ ലെവൽ ഫിക്സ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ടോട്ടൽ റവന്യൂ കർവിൽ ഇവിടെയാണ് മാക്സിമം പോയിന്റ് വരുന്നത്. അതിന്റെ കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റി ഫിക്സ് ചെയ്ത് നോക്കി. അപ്പൊ ഓക്കെ ലെവലാണ് അതെന്ന് പറയുന്നത്. പക്ഷെ അതിൽ എന്തുണ്ട്? നമുക്ക് നമ്മുടെ മിനിമം പ്രോഫിറ്റ് എന്ന് പറഞ്ഞ കൺസ്ട്രെയിന്റ് ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കാരണം നമ്മൾ ഓക്കെ ലെവൽ പ്രൊഡക്ഷൻ നടത്തിയാലേ നമുക്ക് കിട്ടുന്ന സെയിൽസ് റവന്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ S പോയിന്റ് ആണ്. ഈ S പോയിന്റ് MP പോയിന്റിനേക്കാൾ താഴെയാണ്. അപ്പൊ നമുക്കത് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ സെയിൽസ് മാക്സിമൈസേഷൻ മോഡൽ ഫിക്സ് ചെയ്യാനായിട്ട് ഏത് പോയിന്റിൽ വെച്ചിട്ടാണോ നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് കർവും അതുപോലെ MP കർവും ടച്ച് ചെയ്യുന്നത്, അതിന്റെ കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റി നമ്മൾ OD എന്തായിട്ട് ഫിക്സ് ചെയ്തു? നമ്മുടെ സെയിൽസ് മാക്സിമൈസേഷൻ മോഡലായിട്ട് ഫിക്സ് ചെയ്തു. അതിന്റെ കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റി നമുക്ക് ടോട്ടൽ റവന്യൂ ആയിട്ട് കിട്ടും ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഏറ്റവും ആദ്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞോണം, മെയിൻ ആയിട്ട് 3 ഗ്രാഫുകൾ വരയ്ക്കുക. ആദ്യം ഒരു X ആക്സിസും Y ആക്സിസും വരച്ചു. പിന്നെ വരയ്ക്കേണ്ടത് ടോട്ടൽ കോസ്റ്റ് കർവ് വരയ്ക്കുക, ദെൻ ടോട്ടൽ റവന്യൂ കർവ് വരയ്ക്കുക, TP കർവ് വരയ്ക്കുക, MP കർവ് വരയ്ക്കുക. പിന്നെ ഈ ഓരോരോ പോയിന്റുകൾ അങ്ങനെ മാർക്ക് ചെയ്താൽ നമുക്കത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വരയ്ക്കാനായിട്ട് പറ്റും. X ആക്സിസ് വരയ്ക്കുക, TR ടോട്ടൽ റവന്യൂ കർവ് ഒരു ബെൽ ഷേപ്പ് കർവ് അപ്വേർഡ് ദെൻ ചെറിയൊരു ഡൗൺവേർഡിൽ വരയ്ക്കുക, ടോട്ടൽ കോസ്റ്റ് കർവ് അപ്വേർഡ് ഡയറക്ഷനിൽ വരയ്ക്കുക, TP കർവ് ബെൽ ഷേപ്പ് കർവ്, MP കർവ് സ്ട്രെയിറ്റ് ലൈൻ കർവ്. പിന്നെ 3 ലെവൽ ഓഫ് ഔട്ട്പുട്ടുകൾ മാർക്ക് ചെയ്യുക. ഓരോന്നിന്റെയും ജോയിനിങ് പോയിന്റിന് നിങ്ങൾക്ക് ഈ പേരുകൾ ഇടണമെന്നില്ല, ഈ BCCEL തന്നെ ഇടണമെന്നില്ല. നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും പേരുകൾ ഇട്ടാലും മതി. അങ്ങനെയാണ് നമ്മൾ സെയിൽസ് മാക്സിമൈസേഷൻ മോഡൽ പ്രകാരം എത്ര ക്വാണ്ടിറ്റിയാണ് നമ്മൾ വിൽക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, താങ്ക് യു.